안녕하세요 여러분. ബിസിനസ് പ്രൊപ്പോസൽ എന്ന കെ-ഡ്രാമയിലെ ഷിൻഹാരിയുടെ ഒരു ഔട്ട്ഫിറ്റ് നമുക്കിന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനത് ഏത് ഔട്ട്ഫിറ്റാണ് ചെയ്യുക എന്ന് ഇങ്ങനെ നമുക്കൊന്ന് തെരഞ്ഞു നോക്കാം. ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നവാ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഷിൻഹാരി ഇട്ടേക്കുന്നത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഈ ഡ്രസ്സ്. പക്ഷെ എൻ്റെ ഉള്ളത് ഒരു പിങ്ക് കളറാണ്. പക്ഷെ കുഴപ്പമില്ല, ആ ഒരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സീരീസിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. 2022 റിലീസായിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് ബിസിനസ് പ്രൊപ്പോസൽ. അപ്പോൾ ഇതിൽ കിം സേജോ എന്ന് പറയുന്ന ആക്ട്രസ് ഷിൻഹാരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് ഹേ സ്യോക് എന്ന് പറയുന്ന ആക്ടർ കാങ് ടേ മൂൺ എന്നാണ് തോന്നുന്നു ആ ക്യാരക്ടറിൻ്റെ പേര്. അതെ, കാങ് ടേ മൂ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ ആയിട്ടാണ് അദ്ദേഹം ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ കോമഡി ആൻഡ് റൊമാൻറ്റിക് ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു സീരീസ് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇവരുടെ കോസ്റ്റ്യൂംസ്, ഞാൻ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസ് എനിക്കിതിൽ ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണല്ലോ, അപ്പം അതനുസരിച്ചുള്ള കോസ്റ്റ്യൂമാണ് എല്ലാവരും ഇതിൽ വെയർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ ആൻ ഹേ സ്യോക് എന്ന് പറയുന്ന ആക്ടറിൻ്റെ ക്യാരക്ടർ കാണാൻ നല്ല രസമാണ്. കാരണം കുറച്ച് റൂഡായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആ റൂഡിന്ന് ഇവരെങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, ഇഷ്ടത്തിലാവുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ചില കോമഡികളൊക്കെ നമുക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. അത് റൊമാൻസ് എല്ലായ്പ്പോഴും ക്രിഞ്ച് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ആക്ടിങ് ആണ് ഇവരുടേത്. നമുക്ക് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹെയർ ഉണ്ടല്ലോ, ഷിൻഹാരി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഹെയർ അത്യാവശ്യം ലോങ് ആണ്, സ്റ്റെപ്പ് കട്ടിങ് ആണ്, പിന്നെ ബാംഗിൾസ് ഒരുപാടുണ്ട്. അപ്പം നമുക്കതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെയർ ഒന്ന് ഇവിടെ ജസ്റ്റ് മേലോട്ട് ഒന്ന് കെട്ടി വെച്ചേക്കാം. ഫസ്റ്റ് വെച്ചിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് അഴിക്കുമ്പോൾ കുറച്ച് ഹെയർ കുറച്ച് വോളി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല അതിൽ, ജസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കൊറിയൻസിൻ്റെ മേക്കപ്പ് എന്നൊക്കെ പറയും, നമ്മൾ മേക്കപ്പ് ഇട്ടാലും ഇടാത്ത പോലെയാണ് കേട്ടോ അത് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള പുട്ടി അടിച്ചിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല അവരുടേത്. പിന്നെ ഓൾറെഡി അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആണല്ലോ, അപ്പോൾ ആ ബ്രൈറ്റിലോട്ട് അവർ ജസ്റ്റ് ടച്ചപ്പും ചെയ്യും. ഐ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കും ബാംഗിൾസും മെയിനായിട്ട്. ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആയിട്ട് ഇപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടാം. അല്ലെങ്കിൽ ഞാൻ റോസ് വാട്ടർ ഇടുന്നത് കേട്ടോ. ബഞ്ചാറസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ എല്ലായ്പ്പോഴും ഫസ്റ്റ് ഇടാറ്. അല്ലാത്തവർക്ക് മോയ്സ്ചറൈസർ ഇട്ടാൽ മതി. ജസ്റ്റ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐബ്രോ സെറ്റാക്കാം. പിന്നീടല്ല, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഞാൻ 2022 ഇത് റിലീസായതെന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് 6th സെമ്മാണോ 5th സെമ്മാണോ എന്ന് ഓർമ്മയില്ല, എന്തായാലും എക്സാം ടൈം ആയിരുന്നു. എക്സാം ടൈമിനാണ് ഞാൻ ഈ സീരീസ് ഇരുന്ന് കണ്ടത് കേട്ടോ. ഓൺഗോയിങ് ആണ്. ഞാൻ പൊതുവേ ഓൺഗോയിങ് ഡ്രാമാസ് കാണാറില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലിങ് ആയിരിക്കില്ലേ. അപ്പോൾ എനിക്ക് അത്രയും ക്ഷമയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും സീരീസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞാൻ കാണാറ്. പക്ഷെ ഈ സീരീസ് ഞാൻ ഓൺഗോയിങ് ആയിരുന്നു കണ്ടത് കേട്ടോ. ഈ സീരീസ് എനിക്ക് തോന്നുന്നു ഫുൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ മെംസ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ റീൽസ് കണ്ടിട്ടാണ് എനിക്ക് ഈ സീരീസ് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ആയത്. സോ ഞാനതിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞാനത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തൊരു ഡ്രാമയാണ്. പിന്നെ എക്സാം ടൈം ആയതുകൊണ്ട് ഈ ഡ്രാമ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇഷ്ടമായിട്ട് ജസ്റ്റ് കണ്ണിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുണ്ട്, ഡാർക്ക് സർക്കിൾ ഉള്ളതുകൊണ്ട്. അവിടെ ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട് ഉള്ളടത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇടുന്നത് ഐലൈനർ അല്ല, ഈ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമുക്ക് കൺമഷി ഇടേണ്ടത്. ഈ ഉള്ളിലായിട്ട് ഐലൈനർ എന്ന് പറയുമ്പോൾ ഉണ്ടോ, ഈ ഉള്ളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഐലൈനർ എങ്ങനെയെന്നറിയോ, ജസ്റ്റ് വാലിട്ടാൽ മതി. ഇവിടെ ഇങ്ങനെ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് വലട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഐലൈനർ ഇട്ടതിന് ശേഷം മസ്കാര ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒരു റെഡ് ഷെയ്ഡാണ് അവൾ അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ ഒരു കളറാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ഇയറിങ്സ് അത്ര അങ്ങോട്ട് എടുത്ത് കാണുന്നില്ല കേട്ടോ ആ പിക്കിൽ. ജസ്റ്റ് ഒരു എന്തായാലും സ്റ്റഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റഡ് ഇട്ടിട്ടുണ്ട്. മാല പിന്നെ ഇട്ടാലും അറിയത്തില്ല. ഇനി നമുക്കപ്പോൾ ഹെയർ സെറ്റാക്കണം. കണ്ടോ നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ ബാംഗിൾസ് കണ്ടോ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ കണ്ടോ സെറ്റായില്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? കുറച്ച് വോളിയത്തിൽ നിൽക്കുന്നില്ലേ ഹെയർ? അപ്പം നമുക്കിനി കോസ്റ്റ്യൂം ഇടാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്നെ ഗസയോ.